2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 3 പീസ് സ്ലൈസ് ചീസ്, 3 എഗ്ഗ്. അപ്പോൾ ഇതിൽ 3 പീസ് ബ്രെഡിൻ്റെ സെൻറ്റർ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഒരു സിമ്പിളായിട്ടൊരു ഗ്ലാസ്സാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു തവ റെഡിയാക്കിയതിന് ശേഷം ഈ 6 പീസ് ബ്രെഡ് നമ്മൾ ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 3 കട്ട് ചെയ്ത ബ്രെഡും 3 കട്ട് ചെയ്യാത്ത ബ്രെഡ് പീസുമാണുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത ബ്രെഡിലാണ് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യാത്ത ബ്രെഡിൽ സ്ലൈസ് ചീസും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഈ കട്ട് ചെയ്ത സെൻറ്റർ പീസും നമ്മൾ ചൂടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ എഗ്ഗിൽ വേണമെങ്കിൽ സോൾട്ട്, പെപ്പർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ കട്ട് ചെയ്യാത്ത ബ്രെഡിലാണ് സ്ലൈസ് ചീസ് ചേർത്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുക്കായതിന് ശേഷം ഇതിന് മേലെ ഈ ബ്രെഡ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിതൊരു ഓവനിൽ വെച്ചിട്ട് ഒരു കുറഞ്ഞ സെക്കൻഡ് വെച്ചിട്ട് ഇത് ഒന്ന് ചൂടാക്കിയെടുത്താൽ ഒരു ബ്രൗൺ കളറും എഗ്ഗ് ഒന്നും കൂടി കുക്കാവുകയും ചെയ്യും. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. അത് നിങ്ങളെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ എഗ് ടോസ്റ്റ് റെഡി ആയത്. വളരെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിഷാണ്. ഹെൽത്തിയാണ്. എല്ലാവരും ഈ ഷെയർ ചെയ്യണം, ട്രൈ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.